ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖാണല്ലോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളൊരു നല്ലൊരു നെയ് വട അല്ലെങ്കിൽ ബാദുഷ എന്ന് പറയും. നമുക്കൊരു നെയ് വട എങ്ങനെ തയ്യാറാക്കണം എന്നൊന്ന് നോക്കാം. പോകാം നമുക്ക് വീഡിയോയിലേക്ക്. ഞാൻ ഒരു കറണ്ടി ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു കറണ്ടി ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്തു. നമുക്ക് ഇതൊന്ന് കുറച്ചൊരു സോഫ്റ്റൊക്കെ ആയി കിട്ടാൻ വേണ്ടി വെറും ഒന്ന് ഹാർഡാവരുത്. പിന്നെ ഞാൻ അതിലോട്ട് ഒരു 2 കറണ്ടി പഞ്ചസാരയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 കറണ്ടി പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുത്തു. പിന്നെ അതിലോട്ട് ഞാൻ ഒരല്പം ഒരു നെയ്യുണ്ടല്ലോ, കണ്ട 2 കറണ്ടി, 2 അല്ല ഒരു 3 കറണ്ടി നെയ്യ് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നു കേട്ടോ. നെയ്യ് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് ഒരു 3 ടീസ്പൂൺ നെയ്യ് ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വേറെ ഇല്ല, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. എല്ലാം നമ്മൾ ചേർത്ത് കൊടുത്ത് ഇനി നമുക്ക് ഒരു കപ്പ് തൈര് കട്ട തൈരാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. നോക്കിക്കാണി, 1 കപ്പ് തൈരാണ്. അതാ 250 ml ഒരു കപ്പ് തൈര് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇത് നല്ലതുപോലെ നമുക്ക് കൈ കൊണ്ട് ഒന്ന് മിക്സ് ആക്കാം. കൈ കൊണ്ട് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ആക്കണം കേട്ടോ. അടിപൊളിയായിട്ട് ഇതുപോലെ പെനച്ച് ഇതാ നല്ലപോലെ പിടിച്ച കിട്ടത്തക്ക പരുവത്തിന് ഇത് നല്ലപോലെ കുഴച്ചെടുക്കണം. ഇതുപോലെ കുഴയ്ക്കണം കേട്ടോ. ഇതാ കണ്ടല്ലോ. ഇത് നമുക്ക് ഇനി ഒരു നനഞ്ഞ തുണി അല്ലെങ്കിൽ ഒരു ബട്ടർ പേപ്പർ വെച്ച് നമുക്കിത് മൂടി വയ്ക്കാം. അപ്പം ഇതിവിടെ ഇരുന്ന് സോഫ്റ്റ് ആകും. ഒരു 3/4 മണിക്കൂറെങ്കിലും ഇത് മൂടി വെക്കണം കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ നല്ല സോഫ്റ്റ് ആയിട്ട് ഞാനിത് അരമണിക്കൂർ 3/4 മണിക്കൂറോളം നമുക്ക് ഇതൊന്ന് മൂടി വയ്ക്കാം കേട്ടോ. ഞാനിതൊരു ബട്ടർ പേപ്പർ വെച്ചിട്ട് മൂടി വെച്ചേന്. കണ്ടോ, നമ്മളുണ്ടാക്കിയ മാവ് ഇവിടെ തയ്യാറായി. നെയ്വടയുടെ മാവുണ്ടല്ലോ, അതിവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. അത് നമുക്കൊന്ന് ബോള് പിടിച്ചിട്ട് ഒന്ന് ഫ്രൈ ആക്കണം. എങ്ങനെയെന്ന് നോക്കാം. ഇത് നോക്കിക്കേ, ഞാൻ 3 കപ്പ് പഞ്ചസാര, 3 കപ്പ് വെള്ളവും 1 മുറി നാരങ്ങ ഇതുപോലെ കട്ട് ചെയ്തിട്ടിട്ട് നല്ലതുപോലെ ഒരു 5 മിനിറ്റ് തിളപ്പിച്ചെടുത്തതാണ്. കണ്ടോക്കിക്കാണി, ഇതിലാണ് നമ്മൾ നെയ് വട പൊരിച്ച് ഇതിലോട്ടാണ് ഇടുന്നത്. ഇതുപോലെ കാച്ചിട്ട് 3 കപ്പ് പഞ്ചസാര, 3 കപ്പ് വെള്ളം, ഒരൽപ്പം നാരങ്ങ, 1 പീസ് നാരങ്ങ കട്ട് ചെയ്ത് ഇതുപോലെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഒരു 8-10 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചാൽ മാത്രം മതി. അതിലോട്ട് ആണ് നമ്മൾ ഇത് ഫ്രൈ ആക്കി ഇതിലോട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടിയുള്ളത്. കണ്ടല്ലോ. അപ്പൊ ഇതാണ് സുക്കർ സിറപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ആ പാനി നമ്മൾ കാച്ചി എടുത്തിട്ടുണ്ട്. കണ്ട, ഇനി അടുത്തത് ഞാൻ ഒരു ചട്ടിയിലോട്ട് നമുക്ക് ഫ്രൈ ആക്കാൻ എണ്ണയും വെച്ചിട്ടുണ്ട്. ചെറിയ തീയിൽ എണ്ണ വെച്ചിട്ടുണ്ട്. ഓവർ തീ വേണ്ട. ഓവർ തീ ആയാൽ കരിഞ്ഞോവും ഉള്ളു വേവത്തുമില്ല. അപ്പൊ നമുക്കുള്ള മാവ് നിങ്ങൾ കണ്ടല്ലോ. മാവ് ഇതായിരിക്കുന്നു. കയ്യിൽ കുറച്ച് വേണമെങ്കിൽ എണ്ണ തടവി കൊടുക്കണം. ശകല എണ്ണ ഇതുപോലെ എടുത്തിട്ട് തടവിയിട്ട് നമുക്ക് ചെറിയ ബോളുകളാക്കണം. ചെറിയ ബോളെ ആക്കാവൂ കേട്ടോ. ചെറിയ ബോളുകളാക്കിയിട്ട് ഇതുപോലെ ഉരുട്ടണം. കയ്യിൽ ശകല എണ്ണ തടവി ചെറിയ ബോളുകളാക്കിയിട്ട് ഇതുപോലെ ഉരുട്ടിയിട്ട് നമ്മളെ കൈ വെച്ച് മധ്യത്ത് ഇങ്ങനെ കുഴിച്ചു കൊടുക്കണം. കണ്ടോ, ഇതുപോലെ നമ്മൾ വട കുഴിക്കൂലേ, അതേമാതിരി നമ്മൾ ഇതൊന്ന് കുഴിച്ചു കൊടുക്കണം. കുഴിച്ചു കൊടുത്തിട്ട് ഒരു 10-15 ആയതിനു ശേഷം നമുക്കിട്ട് ഫ്രൈ ആക്കിയാൽ മതി. ഒരു പാത്രത്തിലോട്ട് ഇതുപോലെ ഒന്ന് മാറ്റി വയ്ക്കാം. കണ്ടല്ലോ, ഇതുപോലെ ഒന്ന് മാറ്റി വയ്ക്കാം. ഞാൻ നല്ലതുപോലെ കാണിച്ചു തരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണത്തില്ല. കണ്ടല്ലോ, നോക്കി. ഇതുപോലെ ഇതിൽ നിന്ന് കുറച്ച് മാവെടുക്കുക. കുറച്ച് ചെറിയ ഉരുളയാണ് നല്ലത് കേട്ടാ. വലുതെടുക്കരുത്, വലുതായാൽ കൊള്ളൂല. മെതുവട നമുക്ക് മെതുവട അല്ലല്ലോ, മറ്റേ നെയ് വട വലുതായാൽ കൊള്ളൂല. കയ്യിലോട്ട് വെച്ചിട്ട് നോക്കിക്കേ, കയ്യിലോട്ട് വെച്ചിട്ട് ഈ വിരലായാലും ഏത് വിരലായാലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നമ്മൾ കുത്തി കൊടുക്കണം കേട്ടാ. ഇതുപോലെ ഒന്ന് ഹോൾസ് ഇട്ട് കൊടുക്കണം. അപ്പൊ ഹോൾസ് ഇട്ട് ചെറിയ വടയാണ് നമുക്ക് ഏറ്റവും നല്ലത് നമുക്ക് കഴിക്കാനായിട്ട്. ഓവർ വലുതായാൽ കൊള്ളൂല. അപ്പൊ നിങ്ങളുടെ അടുത്ത് പ്രത്യേകം ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ അങ്ങനെ ചെയ്യാവൂ. കണ്ടല്ലോ മക്കളെ, ഇതാണ് ചെറിയ ഉരുള. ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിന് മാത്രമേ നിങ്ങൾ എടുക്കാവൂ കേട്ടാ. ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിന് എടുത്തിട്ട് അതുപോലെ നിങ്ങളെ കൈ കൊണ്ട് ഒരു വിരൽ കൊണ്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കണം. ഇതുപോലെ ഒന്ന് കുത്തിയിട്ട് ചെറിയ ഒരു ഹോൾസ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഒരു 10-15 വട ആയതിനു ശേഷം മാത്രം നിങ്ങൾ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഓരോന്നോരോന്ന് ഇടാൻ നിൽക്കേണ്ട. ഇതുപോലെ ആക്കിയിട്ട് നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. വീണ്ടും ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഉണ്ടല്ലോ, ഞാനൊരു 10-15 ആക്കിയിട്ടുണ്ട്. നമുക്ക് ഇതെടുത്ത് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. എണ്ണ ഓവർ ചൂടാവരുത് കേട്ടാ. ഓവർ തിളച്ച എണ്ണ ആവരുത്. അങ്ങനെ നിങ്ങൾ ഇട്ട് കൊടുത്താൽ നിങ്ങളെ വട ഇല്ലാതായി പോവും.
അപ്പൊ ഒരു മീഡിയം ചൂടേ ആവാവൂ എണ്ണ ഇത് ഇട്ട് കൊടുക്കാവൂ കേട്ടാ. ഓവർ നമ്മൾ ഫ്രൈ ഒക്കെ ചെയ്യും കണക്ക് ഇട്ട് കൊടുത്താൽ നമ്മളെ എണ്ണ ഇത് കരിഞ്ഞോ വേവൂല. അപ്പൊ 2 വശവും നമുക്ക് മറിച്ചും തിരിച്ചും ഇട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. കണ്ടോ, കുറെ കഴിയുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, നോക്കിയേ, ഇട്ട ഉടനെ നമ്മളെ വട പൊന്തി വരുന്നത് നിങ്ങൾ കണ്ട. ചെറിയ തീയിൽ വേണം ഇട്ട് കൊടുക്കാൻ. ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ നിങ്ങൾ ചെയ്തെടുക്കണം. എന്നാൽ നിങ്ങളെ വട നിങ്ങൾക്ക് നല്ല സൂപ്പറായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഇതുപോലെ കളറും ആവണം, പിന്നെ ഇതുപോലെ ഉള്ളും വേവണം കേട്ടോ. അപ്പോഴാണ് നമ്മളെ വട സൂപ്പർ ആവുന്നത്. നമുക്കിത് കോരാറാം. കണ്ടോ, ഇത് കോരി നമുക്കിത് നേരെ ഈ പഞ്ചസാര പാനിയിലോട്ടാണ് ഇട്ട് കൊടുക്കേണ്ടിയുള്ളത് കേട്ടോ. ദാ ഇതിലാണ് ഇട്ട് കൊടുക്കേണ്ടിയുള്ളത്. ഈ പഞ്ചസാര പാനിയിലാണ് നമ്മളെ വട കോരി ഇട്ട് കൊടുക്കേണ്ടിയുള്ളത്. കണ്ടോ, എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ദാ ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. കണ്ടോ, ഇതിലാണ് കിടക്കേണ്ടിയുള്ളത്. ഇതിൽ കിടന്നാണ് ഈ വട നമുക്കിങ്ങനെ നല്ലതായിട്ട് പെരവി കിട്ടേണ്ടിയുള്ളത് കേട്ടാ. കണ്ടല്ലോ നിങ്ങള്. ഹലോ, ഹായ് മുത്തുമണികളെ, നമ്മൾ ഉണ്ടാക്കിയ ബാദുഷ ഇവിടെ തയ്യാറായിട്ടുണ്ട്. കണ്ടോക്കിക്കേ. നമുക്കിതൊന്ന് സർവ് ചെയ്ത് കൊടുത്താലോ? നമുക്കിതൊന്ന് സർവ് ചെയ്ത് കൊടുക്കാം. നോക്കുക, കണ്ട, ഇതാണ് നമ്മളെ ബാദുഷ. കണ്ടല്ലോ. എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി തയ്യാറാക്കി നോക്കണം കേട്ടാ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. വളരെ ഈസിയാണ് ഉണ്ടാക്കാനൊക്കെ, വളരെ എളുപ്പമാണ്. അപ്പൊ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ ഇഷ്ടപ്പെട്ട നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുത്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.